കളമശ്ശേരിയിലെ സ്വകാര്യ സ്കൂളിലെ 3 കുട്ടികൾക്കാണ് വൈറൽ മെനിഞ്ചൈറ്റിസ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവിടുത്തെ അധ്യാപകരുടെ ഉൾപ്പെടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. റിയ, എങ്ങനെയാണ് ഈ രോഗം വന്നത്? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആരോഗ്യ ഡോക്ടർമാരുൾപ്പെടെയുള്ളവരുമായി റിയ സംസാരിച്ചിട്ടുണ്ടാകണ്ടോ? എപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? രതീഷ്, ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് ആരോഗ്യ വകുപ്പും അതോടൊപ്പം തന്നെ കുട്ടിയെ ചികിത്സിക്കുന്ന സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരും സ്കൂൾ അധികൃതരും വ്യക്തമാക്കുന്നത്. എവിടെ നിന്നാണ് ഈ മെനിഞ്ചൈറ്റിസ് കുട്ടികൾക്ക് ബാധിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. അത് സംബന്ധിച്ച് പരിശോധനകൾ ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കളമശ്ശേരി നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും അതോടൊപ്പം തന്നെ കളമശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘവും സ്കൂളിലെത്തുകയും പരിശോധന നടത്തുകയും സ്കൂൾ അധികൃതരുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. 8-ാം തീയതിയാണ് ഈ മെനിഞ്ചൈറ്റിസ് രോഗലക്ഷണങ്ങളുമായി കുട്ടി ആദ്യമായി ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. തൊട്ടു പിന്നാലെ മറ്റു 2 കുട്ടികൾക്ക് കൂടി സമാനമായ രോഗലക്ഷണങ്ങൾ വന്നു. ആ 3 പേർക്കും സ്വകാര്യ ആശുപത്രിയിലെ പരിശോധനയിൽ മെനിഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി അത് ആരോഗ്യ വകുപ്പിന്റെ കൂടി NIVയിൽ അയച്ചിട്ടുള്ള പരിശോധന ഫലം കൂടി വരേണ്ടതുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അതുകൂടി കംപ്ലീറ്റ് ആക്കിയ ശേഷമായിരിക്കും ആരോഗ്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നടത്തുക. അങ്ങനെ 5 കുട്ടികളാണ് രോഗലക്ഷണങ്ങളുമായി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. കടുത്ത തലവേദന, കഴുത്തുവേദന, പനി, ഛർദി, ഇതാണ് മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണം, മുൻകരുതൽ സ്വീകരിക്കണം എന്നതാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. വൈറൽ മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ അത് പടരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ടാണ് മാസ്ക് അടക്കമുള്ള മുൻകരുതൽ സ്വീകരിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകുന്നത്. എന്തായാലും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കുട്ടികൾക്ക് മെനിഞ്ചൈറ്റിസ് രോഗലക്ഷണങ്ങൾ വന്നതുകൊണ്ട് തന്നെ സ്കൂള് ഞായറാഴ്ച വരെ അടച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് പടരുന്നില്ല, അതുകൊണ്ട് ആശങ്ക വേണ്ടതില്ല. മറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി ചികിത്സ തേടുകയാണ് വേണ്ടതെന്നാണ് സ്കൂൾ അധികൃതരും ആരോഗ്യവകുപ്പും ഒക്കെ ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള കളമശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ ഇത്തരം അസുഖങ്ങളൊന്നും ആദ്യം മഞ്ഞപ്പിത്തമായിരുന്നു, പിന്നീട് അതിനുശേഷം ഇപ്പോൾ മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് വരുന്നത്. അപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഒരു നിലപാട് എന്താണ്? ഇപ്പോൾ വേനൽക്കാലം എത്തുന്നതോടുകൂടി അവിടെ കുടിവെള്ള പ്രശ്നം വീണ്ടും രൂക്ഷമാകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? മാർഷില് ഒരു മാസം മുമ്പാണ് കളമശ്ശേരി മേഖലയിൽ വീണ്ടും, അതായത് ആദ്യഘട്ടത്തിൽ വ്യാപകമായി ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വീണ്ടും കേസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മെനിഞ്ചൈറ്റിസിന്റെ കേസ് കൂടി വന്ന സ്ഥിതിക്ക് സ്കൂളിലെത്തിയ ആരോഗ്യ വകുപ്പ് കുടിവെള്ളത്തിന്റെ സാമ്പിളുകൾ കൂടി ശേഖരിച്ചിട്ടുണ്ട്. അത് ഈ മറ്റേതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികൾ എന്തെങ്കിലും ഉള്ള ഒരു സാധ്യത ഉണ്ടോ എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കുടിവെള്ളത്തിന്റെ സാമ്പിളുകളടക്കം ആരോഗ്യ വകുപ്പ് ഇവിടെ നിന്ന് ശേഖരിച്ചിട്ടുള്ളത്. അതിന്റെ പരിശോധനാ ഫലവും വരും. ആരോഗ്യ വകുപ്പ് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും മെനിഞ്ചൈറ്റിസ് ആണെങ്കിലും കൃത്യമായി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇതിപ്പോൾ 5 കുട്ടികൾക്കാണ് രോഗലക്ഷണങ്ങൾ വന്നത്. അതിൽ സ്വകാര്യ ആശുപത്രിയാണ് 3 കുട്ടികൾക്ക് ഈ മെനിഞ്ചൈറ്റിസ് ആണ് എന്നൊരു സ്ഥിരീകരണം നടത്തിക്കൊണ്ട് ചികിത്സ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ 5 പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നതാണ് ആരോഗ്യ വകുപ്പ് വിശദീകരിക്കുന്നത്. കളമശ്ശേരിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം സ്കൂളിലെത്തി പരിശോധന നടത്തുകയും എന്തൊക്കെ മുൻകരുതൽ അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്നേ ഉള്ളൂ, ആശങ്ക വ്യാപകമായി വേണ്ട. പക്ഷേ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ, കടുത്ത തലവേദന, കഴുത്തുവേദന ഉണ്ടെങ്കിൽ കൃത്യമായി ചികിത്സ തേടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാഹചര്യമില്ല, ഗൗരവതരമായി തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് റിയ നൽകുന്ന വിവരം. വേഗത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഉൾപ്പെടെ ശ്രദ്ധ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.